ആരത്? ഞാനാ മല്ലി. മല്ലി ആണേലും മുള ആണേലും ആകത്ത് ആരുമില്ല. ഇങ്ങോട്ട് നോക്കി. നാളെ തന്നെ ഇവന്മാരൊക്കെ തെളിക്കണ്ടത്തിലിറക്കി നല്ല ഇടിവെട്ടായിട്ട് റിവേഴ്സിലുള്ളൊക്കെ നടക്കട്ട്. നമ്മളെയൊന്നും കായ് കളയല്ലോ കേട്ടാ. കപ്പാണ് കപ്പ്, ലേ റോഫി എങ്കിൽ റോഫി. ആ ചെല്ല്. എന്തൊരു ചെല്ലക്കിളി ഈ വഴിക്കൊക്കെ. അതും ഈ വെട്ടുപോത്തിനെ കാണാനൊക്കെ ഉണ്ട്. വെട്ടുപോത്തോ? വാ തന്നെ. ഞാൻ അങ്ങനത്തെ ഒരു സൈനാണെന്നും പറഞ്ഞിട്ടാണല്ലോ അന്ന് പോയത്. ഉള്ളത് പറയാമല്ലോ. ഈ അടുത്ത കണ്ണ് മാത്രമേ പീസായി പോയിട്ടുള്ളൂ കേട്ടാ. കാതുകളൊക്കെ ഞാൻ എരുപ്പായിട്ട് കേൾക്കാം. അല്ല, അത് എന്താ ഏതാന്നൊക്കെ അറിഞ്ഞിട്ടും ഒരു പരിചയമില്ലാത്ത പോലെ പെരുമാറിയപ്പോ. പരിചയം കാണിക്കാത്ത വേറെ ഒന്നുകൊണ്ട് അല്ല കേട്ടാ. പണ്ടത്തെ ഒന്നും ഓർക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ്. രണ്ടുപേർക്കും നട്ടങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളു. അതൊക്കെ പോട്ട്. ഇപ്പൊ ചെല്ലുകിളി വന്ന് എന്തിന്? അത് അമ്മ പിന്നെ കരഞ്ഞു കാണും അല്ലേ? ഇനിയോ കണ്ണീരിനെ ഇങ്ങനെ തള്ളരുത്. ഇതൊന്നും പറയാൻ ഞാൻ ആളല്ലെന്നറിയാം. പക്ഷെ ആ അമ്മ എനിക്കറിയാം. ഒരിക്കൽ പറ്റിപ്പോയ തെറ്റിൻ്റെ പേരിൽ ഒരുപാട് കണ്ണീര് കുടിച്ചിട്ടുണ്ട് ആ പാവം. ഇനി അത് കാണാൻ വയ്യാത്തോണ്ടാ പിന്നെ ഞാൻ വന്നത്. ഇന്ന് കോടതിയിൽ നിന്ന് സ്റ്റേയോടെ വന്ന കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ഒരു യാത്ര പോലും പറയാതെ തിരിച്ചു വന്ന് പേടിച്ച് കരഞ്ഞിരിക്കുക അവിടെ. മുസ്തഫ വിജി, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്, ഈ ഒരു ഡബ്ബിങ് എക്സ്പീരിയൻസ്? എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ടല്ല ഇങ്ങനൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സ്റ്റുഡിയോയിലൊക്കെ ശരിക്കും എത്രയോ നേരം എടുത്ത് ചെയ്യുന്നതാണ്, നിങ്ങൾ വളരെ ഷോർട്ടായിട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കൂടുതൽ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഇതിൽ നിങ്ങൾ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം തിയേറ്ററിൽ ഡബ്ബിങ് നടക്കുമ്പോൾ ഇതുപോലെയല്ല ശരിക്കും കൃത്യമാണ് നടക്കുന്നത്. അതൊന്നാമത് ഓരോ ഡയലോഗ് വെച്ചിട്ടാണ് ഓരോരുത്തർ പറയുക. അല്ല, ശരിക്കും ഡബ്ബ് ചെയ്യുന്നത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അഭിനയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഡബ്ബ് ചെയ്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ചിരി വരും. നമ്മൾ പുറമേ ഇപ്പോൾ ഷൂട്ടിംഗ് സമയത്ത് അഭിനയിക്കുന്നതിനേക്കാൾ തീവ്രമായിട്ടാണ് ഡബ്ബ് ചെയ്യുന്ന സമയത്ത് അഭിനയിക്കുക. അങ്ങനെ അഭിനയിച്ചാലേ ഈ ശബ്ദത്തിന് മോഡുലേഷൻ ഉണ്ടാവുള്ളൂ, ഇമോഷൻ ആവുള്ളൂ. അതിൽ വൈകാരികാംശം കലരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അഭിനയിക്കണം. അപ്പോൾ ഈ ഡബ്ബ് ചെയ്യുന്ന ആളുടെ മുഖത്ത് നോക്കിയിരിക്കുന്ന നല്ല കൗതുകമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും എങ്ങനെ ഡബ്ബ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ മാനസികാവസ്ഥയിലേക്ക് വന്ന് നിൽക്കുക ഈ ഡബ്ബ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഈ ഡയലോഗ് വായിച്ചിട്ട് നിങ്ങളെങ്ങനെയാണ് ഈ നിങ്ങളുടെ ഇമോഷനെ ഈ ശബ്ദത്തിലൂടെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോകുന്നത്, അത് ആവിഷ്കരിക്കുകയായിരിക്കും കുറേ കൂടി ഭംഗി. ഈ പറഞ്ഞ പോയിൻ്റ് ഒന്ന് നമുക്ക് ഇനി വരുന്ന കണ്ടസ്റ്റൻസിനെങ്കിലും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. ടു ബി എമോഷണൽ. കാരണം ഡബ് ചെയ്യുന്ന സമയത്ത് എമോഷൻ നമ്മൾ സാധാരണ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. ലൈറ്റ്, മ്യൂസിക്, മറിച്ച് ഇതൊന്നുമില്ല. ഇത് നമുക്കുള്ളത് നമ്മുടെ ശബ്ദം മാത്രമാണ്. അപ്പം നമ്മുടെ എല്ലാ എമോഷനും നമ്മുടെ ആ ശബ്ദത്തിലൂടെ കൊടുക്കാൻ ശ്രമിക്കണം. ഐം ഷുവർ നിങ്ങളൊക്കെ ഭാവിയിൽ ഒരുപാട് സിനിമകളിലൊക്കെ അഭിനയിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഇതൊരു തുടക്കത്തിലുള്ള ഒരു നല്ല എക്സ്പീരിയൻസ് എന്നുള്ള ലൈനിൽ എടുക്കുക. പിന്നെ 1-2 സ്ഥലത്ത് സിങ്ക് പോയിട്ടുണ്ട്, വിച്ച് ഇസ് ഓക്കെ. കാരണം അതല്ല നമ്മൾ നോക്കുന്നത്. 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒറ്റ ടേക്കിൽ നിങ്ങളത് തീർത്തത് ഫാന്റാസ്റ്റിക്. മുസ്തഫ വിജി, ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള നിലയിൽ ഇറ്റ്സ് അപ്രീഷിയബിൾ. താങ്ക് യു. പിന്നെ ഈ ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി റീലിവിങ് ദ ക്യാരക്ടർ. നമ്മൾ പെർഫോം ചെയ്ത് എന്തെങ്കിലും ഷൂട്ട് ചെയ്ത സാധനം പെർഫോം ചെയ്ത കാര്യം പിന്നെ ഡബ്ബിംഗ് തിയേറ്ററിൽ വരുമ്പോൾ അത് നമ്മൾ വീണ്ടും ആ ഫുൾ ആ എമോഷൻസ് ഇതെല്ലാം റീലിവ് ചെയ്യുകയാണ്. അത് അഭിനയിക്കുന്നതിനെക്കാട്ടിലും എഫേർട്ടുള്ള ഒരു കാര്യമാണ്. എൻ്റേതിപ്പോൾ ഞാൻ കൂടുതലും മലയാളത്തിനെക്കാട്ടിലും അന്യഭാഷാ ചിത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ ആ ഫൈനൽ പ്രോഡക്റ്റ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എങ്ങനെ അത് ഡബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം എൻ്റെ എഫേർട്ട് 50% ആണെങ്കിൽ അതർ 50% ആ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്താലേ ആ ക്യാരക്ടറിന് ആ ഒരു പൂർണ്ണത വരികയുള്ളൂ. ഞാനല്ല ചെയ്യാത്തത് കൊണ്ട്, ഡബ്ബിങ് സ്വന്തം വോയിസ് അല്ലാത്തത് കൊണ്ട്. സോ അത്രയും എഫർട്ടുള്ളൊരു പണിയാണിത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആ പിക്ചർ നോക്കിയിട്ട് ചെയ്താൽ ഇനിയും കുറച്ചുകൂടെ നിങ്ങൾക്കത് കൂടുതൽ നന്നായിരിക്കും തോന്നുന്നു. എനിവേ, ഇറ്റ് വാസ് ഗുഡ്. താങ്ക് യു.